ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് HTML വളരെ പ്രധാനപ്പെട്ട ഒരു ടാഗായ ടേബിൾ എന്ന ടാഗിനെ കുറിച്ചാണ്. ഒരു വെബ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട ടാഗ് തന്നെയാണ് ടേബിൾ. അപ്പോൾ എങ്ങനെ നമ്മളൊരു വെബ് പേജിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ HTML എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മറ്റു ടാഗുകളെ അപേക്ഷിച്ച് നമുക്ക് ടേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒട്ടനവധി ഇതിന് അഡീഷണൽ ആയിട്ട് വരുന്ന കുറച്ച് ടാഗുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്നും എങ്ങനെ നമുക്കൊരു വെബ് പേജിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഓക്കെ, HTML ആദ്യം തന്നെ വരുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് ടേബിൾ. ഓക്കെ, അപ്പോൾ ഒരു വെബ്സൈറ്റിൽ നമ്മളൊരു HTML ഒരു വെബ് പേജിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ഒരു ടാഗാണ് ടേബിൾ. ഓക്കെ, അപ്പം നമ്മളിവിടെ വന്ന് ടേബിൾ എന്ന് ചേർത്ത് കൊടുത്തു. അതിനു മുമ്പ് ഞാൻ ഈ ഫയൽ ഒന്ന് സേവ് ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കോഡുകളൊക്കെ സജസ്റ്റ് ചെയ്യൂ. ഞാൻ table.html എന്ന പേരിൽ സേവ് ചെയ്തു. ഓക്കെ, ടേബിൾ എന്ന് ചേർത്തതിന് ശേഷം ഞാൻ അടുത്തൊരു സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, അതായത് ഞാനിപ്പോൾ ജസ്റ്റ് ടേബിൾ എന്ന ടാഗ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ പോകുന്ന അടുത്ത ടാഗാണ് tr. അടുത്ത ടാഗാണ് tr. ഒരു ടേബിൾ തുടങ്ങുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കേണ്ട ഒരു ടാഗാണ് tr. അപ്പോൾ എങ്ങനെ നമുക്കിതിൽ tr, ടേബിൾ റോ എന്നാണ് ഇതിൻ്റെ ഫുള്ള്. അപ്പോൾ ഞാനിവിടെ വന്ന് tr എന്ന ടാഗ് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ വന്ന് ഞാൻ ആ tr ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്ഷനാണ് നമ്മൾ th എന്ന് പറഞ്ഞാൽ ടേബിൾ ഹെഡാണ്. ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമാണ് ടേബിൾ ഹെഡ്. അപ്പോൾ ഞാനിവിടെ ടേബിൾ ഹെഡിങ് ആയിട്ട് ഞാനിവിടെ ഒരു ഹെഡിങ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിവിടെ വന്ന് ഹെഡിങ് എന്ന് ടേബിൾ ഹെഡായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയിം എന്ന ഭാഗമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഒരു വെബ്സൈറ്റിൽ നമ്മൾ ഒരൊറ്റ ഹെഡിങ് മാത്രമല്ല ഇനിയും നമുക്ക് പുതിയ ഹെഡിങ് ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരോ കോളങ്ങളായിട്ടാണ് വരുന്നത്. അടുത്തൊരു ടേബിൾ ഹെഡ് കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിന് ഞാൻ ഫോൺ നമ്പർ എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി അതേ രൂപത്തിൽ തന്നെ അടുത്ത റോ കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത റോ ക്രിയേറ്റ് ചെയ്യാൻ നേരത്തെ നമ്മൾ ഉപയോഗിച്ച പോലെ tr എന്ന് ഓപ്പൺ ചെയ്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് td ആണ്. td എന്ന് പറഞ്ഞാൽ ടേബിൾ ഡാറ്റ എന്നാണ്. ഇവിടെ th പറഞ്ഞു. അതേപോലെ തന്നെ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നതാണ് td എന്ന് പറഞ്ഞാൽ ടേബിൾ ഡാറ്റ. ഒരു ടേബിളിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റകളൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ td എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നെയിം വന്നു. അതിൻ്റെ നേരെ താഴെയാണ് നമുക്ക് എന്താണോ പേര് വേണ്ടത് അത് ചേർത്ത് കൊടുക്കേണ്ടത്. ജസ്റ്റ് ഞാനൊരു പേര് ചേർത്ത് കൊടുത്തു. ഇനി അതിൻ്റെ താഴെ രണ്ടാമത്തെ ഈ ഫോൺ നമ്പർ എന്നതിൻ്റെ താഴെ നമുക്ക് അടുത്ത വാല്യൂ, അതായത് ഫോൺ നമ്പർ എന്ന ഭാഗമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും td എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു ഫോൺ നമ്പർ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് റോ കഴിഞ്ഞു, രണ്ടാമത്തെ റോയും ചെയ്തു. ഇനി നമുക്ക് മൂന്നാമതൊരു റോ കൂടി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്ത രൂപത്തിൽ തന്നെ നമുക്കിവിടെ വന്ന് tr എന്ന് ഓപ്പൺ ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മളിവിടെ td തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് അടുത്തൊരു ഡാറ്റയാണ് ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഞാനൊരു നെയിം ചേർത്ത് കൊടുത്തു. ഇനി അടുത്ത ലൈൻസിലായിട്ട് ഞാൻ വീണ്ടും അടുത്ത ആളെ പേര് ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ് td. അടുത്ത ഫോൺ നമ്പറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഫോൺ നമ്പറും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പേജിൽ 3 റോയും 2 കോളവും ഉള്ള ഒരു ടേബിളാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും മുകളിൽ ഓപ്പൺ ചെയ്ത ടേബിൾ എന്ന ടാഗ് ഞാൻ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ മുകളിൽ ഓപ്പൺ ചെയ്ത HTML എന്ന ടാഗും ഞാനിവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഇത് ഞാൻ സേവ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ബ്രൗസറിൽ വെച്ചൊന്ന് റൺ ചെയ്യിപ്പിക്കുകയാണ്.
ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ കൊടുത്ത് കറക്റ്റായിട്ട് ഇതിനുള്ളൊരു ടേബിളായിട്ട് വന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണ് വരാത്തതെന്ന് ഞാൻ തുടർന്ന് പറഞ്ഞു തരാം. ഓക്കെ, നമ്മൾ TH എന്ന കൊടുത്ത ഭാഗം, അതായത് ഇത്രയും ഭാഗമാണ് ടേബിൾ ഹെഡായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്രയും ഭാഗം നമുക്കിവിടെ ഒരു ബോൾഡായിട്ട് വരുന്നുണ്ട്. അതായത് നെയിം, അതേപോലെ തന്നെ ഫോൺ നമ്പർ എന്ന ഭാഗം നമുക്ക് ഇത്തിരി ബോൾഡായിട്ട് വരുന്നുണ്ട്. അതേ രൂപത്തിൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത TD, ഈ ഭാഗത്തുള്ള TDയും അതായത് ടേബിൾ ഡാറ്റയും ഈ ഭാഗത്തുള്ള ടേബിൾ ഡാറ്റയും നമുക്ക് നോർമൽ ഫോണ്ട് സ്റ്റൈലും നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ചുറ്റും ഒരു ബോർഡർ ചേർത്ത് കൊടുക്കാം. ഇതിൽ ബോർഡർ ഒന്നും വന്നിട്ടില്ല, കാരണം നമ്മൾ ഇതിലേക്ക് ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇതിലേക്ക് ബോർഡർ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ എങ്ങനെ ഇതിലേക്ക് ഒരു ബോർഡർ ചേർത്ത് കൊടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ടേബിൾ എന്നതിന് എഴുതിയതിന് ശേഷം നമ്മൾ ഒരു ടേബിളിൻ്റെ ഒരു ആട്രിബ്യൂട്ടായ ബോർഡർ എന്ന ആട്രിബ്യൂട്ട് ഇവിടെ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ബോർഡറിന് എത്ര പിക്സൽ, അതെങ്കിൽ എത്രയാണ് ഇതിൻ്റെ ഹൈറ്റ്, വെയിറ്റ് എത്രയാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് 1 എന്ന വാല്യൂ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ വന്ന് ഈ വെബ്സൈറ്റ് ഒന്ന് ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് ചുറ്റും ബോർഡർ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇത് നമുക്ക് ഈ രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് ബോർഡർ ചേർത്ത് കൊടുക്കാം. അതല്ല CSSന്റെ സഹായത്തോടു കൂടി വേണമെങ്കിലും നമുക്കിതിലേക്ക് ബോർഡർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് എങ്ങനെ ഒരു ബോർഡർ ചേർത്ത് കൊടുക്കുക എന്ന് മാത്രമാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ടേബിൾ എന്നുള്ള ഭാഗത്തിൻ്റെ അടുത്തൊരു ആട്രിബ്യൂട്ട് നമുക്ക് നോക്കാം. ഈ ബോർഡറിന് ഒരു കളർ നമുക്ക് ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ബോർഡർ കളർ ഈക്വൽ ടു നമുക്ക് ഏത് കളറാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് റെഡ് എന്ന കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബോർഡറിന് ചുറ്റും റെഡ് കളറായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ അടുത്തത് നമ്മൾ പഠിച്ചത് ബോർഡറിന് എങ്ങനെ കളർ ചേർത്ത് കൊടുക്കാം എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ആട്രിബ്യൂട്ട് ഇതിന് ചേർത്ത് കൊടുക്കുന്നത് വിഡ്ത്ത് എന്നതാണ്. ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഞാൻ 100% ഇതിന് വിഡ്ത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്ക്രീനിൽ ഫുൾ സ്ക്രീൻ ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഹൈറ്റ് എന്ന ഭാഗവും നമുക്ക് ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം. ഹൈറ്റ് ഞാനൊരു 20% ഹൈറ്റും ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഇതിനനുസരിച്ച് ഇതിൻ്റെ ഹൈറ്റും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്തൊരു ഓപ്ഷനാണ് ഇവിടെ വന്ന് BG കളർ. നമുക്കിതിന് ബാക്ക്ഗ്രൗണ്ടിൽ കളർ ചേർത്ത് കൊടുക്കണമെങ്കിൽ BG കളർ എന്ന് ചേർത്തതിന് ശേഷം നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് കളറാണോ ഇതിന് വേണ്ടത് അതും നമുക്കിവിടെ വന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയാണ് ടേബിളിൻ്റെ ഉള്ളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ആട്രിബ്യൂട്ട്സ്. ഇത് CSS കൂടാതെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് ആട്രിബ്യൂട്ട്സുകൾ എന്തൊക്കെയാണോ എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. ബോർഡർ, ഈ ടേബിളിന് ചുറ്റും നമുക്ക് ഇതുപോലെ ഒരു ബോർഡർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ബോർഡർ ഉപയോഗിക്കുന്നത്. അതേപോലെ ബോർഡർ കളർ, ഈ കൊടുത്ത ബോർഡറിന് നമുക്കൊരു പർട്ടിക്കുലർ പ്രത്യേക കളർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ബോർഡർ കളർ ഉപയോഗിക്കുന്നത്. അതേപോലെ വിഡ്ത്ത്, ഇത് സ്ക്രീനിൻ്റെ എത്ര ഭാഗം വരെ വരണം എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയാണ് വിഡ്ത്ത് ഉപയോഗിക്കുന്നത്. അതേപോലെ ഹൈറ്റ്, ഇതിനെത്ര ഹൈറ്റ് വേണം എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയാണ് ഹൈറ്റ് ഉപയോഗിച്ചത്. പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചതാണ് BG കളർ, അതായത് ബാക്ക്ഗ്രൗണ്ട് കളർ ഏത് വേണം എന്നുള്ളതും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അടുത്തത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ ടേബിളിന് തുടർന്ന് വരുന്ന ഒരു ടാഗാണ് ക്യാപ്ഷൻ. അതായത് നമുക്ക് ഈ ടേബിളിന് ഒരു പ്രത്യേകം ക്യാപ്ഷൻ, എന്താണ് ഈ ടേബിളിന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ നമുക്ക് എന്താണോ ഈ ടേബിൾ കൊണ്ട് അർത്ഥമാക്കുന്നത്, ഇതിനൊരു ക്യാപ്ഷൻ നമുക്ക് എങ്ങനെ ചേർത്ത് കൊടുക്കാമെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ വന്ന് ക്യാപ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ വന്ന് എന്താണോ നമുക്കിതിൻ്റെ ക്യാപ്ഷൻ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിൻ്റെ ക്യാപ്ഷൻ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ന് ചേർത്ത് കൊടുത്തു. ഇത് ഞാനൊന്ന് സേവ് ചെയ്തു. അതിനുശേഷം നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചതൊന്ന് റൺ ചെയ്യിക്കുമ്പോൾ നമ്മൾ കൊടുത്ത ആ ഡാറ്റാസ് ഇതിൻ്റെ മുകളിൽ ഒരു ക്യാപ്ഷനായിട്ട് തന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താണോ നമ്മുടെ ടേബിളിന് ഒരു ക്യാപ്ഷനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്, അങ്ങനെ ടേബിളിന് ഒരു പ്രത്യേകം ക്യാപ്ഷൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ക്യാപ്ഷൻ എന്ന ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തത് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് കോളം സ്പാനും അതേപോലെ റോ സ്പാനും. കോൾ സ്പാനും റോ സ്പാനും. എന്തിനാണ് കോൾ സ്പാൻ ഉപയോഗിക്കുന്നത് ടേബിളിൽ എന്നും എന്തിനാണ് റോ സ്പാൻ ഉപയോഗിക്കുന്നത് ടേബിൾ എന്നും ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് കോൾ സ്പാന് നമ്മളുടെ ടേബിളിൽ ചേർത്ത് കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ എക്സാമ്പിൾ ഞാനിവിടെ ഈ രണ്ടാമത്തെ പേര് ഒഴിവാക്കിയിട്ട് അതിനുശേഷം നമുക്ക്
ഒരു പേര് മാത്രമാക്കി വെച്ചു. മുമ്പുണ്ടായിരുന്ന ഒരു 2 പേരിൽ നിന്നും ഒരു പേര് ഞാനിവിടെ ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ഫോൺ നമ്പർ എന്നെഴുതിയ ഹെഡിങ്ങിന് കൂടെ ഞാൻ കോൾ സ്പാൻ എന്നുകൂടി ചേർത്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു വാല്യൂ 2 എന്ന് ചേർത്ത് കൊടുത്തു. എന്തിനാണ് ഈ 2 ചേർത്ത് കൊടുത്തതെന്ന് ഞാൻ തുടർന്ന് പറയാം. ഇവിടെ ഞാൻ ഒരു ഫോൺ നമ്പർ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നെയിം അതൊക്കെ നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഫോൺ നമ്പറിൻ്റെ താഴെയാണ് നമ്മളിവിടെ ഒരു ഫോൺ നമ്പർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വീണ്ടും ഞാനൊരു ടേബിൾ ഡാറ്റ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വേറൊരു ഫോൺ നമ്പർ കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത് റണ്ണ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനൊന്ന് ഒഴിവാക്കുന്നുണ്ട്. ഇത് റണ്ണ് ചെയ്യുമ്പോൾ ഈ ഫോൺ നമ്പർ എന്ന ഭാഗത്തിന് താഴെ 2 ഫോൺ നമ്പറാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അതായത് ഫസ്റ്റ് ഈ നമ്പറും അതേപോലെ സെക്കൻഡ് ഈ നമ്പറും. ഈ ഫോൺ നമ്പർ എന്ന സെല്ല് മെർജ് ചെയ്ത് ഒറ്റ സെല്ലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എത്ര സെല്ലുകൾ നമുക്ക് മെർജ് ചെയ്യണം എന്നാണ് ഇവിടെ നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ TH എന്ന രണ്ടാമത്തെ കോൾ സ്പാന് എത്ര സെല്ലുകൾ കൂടിച്ചേരണം എന്നുള്ളതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 3 സെല്ലാണ് കൂടിച്ചേരണം എന്നുണ്ടെങ്കിൽ ഇവിടെ 2 സ്ഥാനത്ത് 3 എന്ന് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ വേറൊരു ഫോൺ നമ്പർ കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെ 3 ഫോൺ നമ്പറായിട്ട് നമുക്കിത് ചേർത്ത് കൊടുത്തതായി കാണാൻ കഴിയും. ഫോൺ നമ്പർ എന്നതിൻ്റെ താഴെ 3 ഫോൺ നമ്പർ കൊടുക്കാനുള്ള കോളം നമുക്കിവിടെ മെർജ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേകം കോളം നമുക്ക് മെർജ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കോൾ സ്പാന് ഉപയോഗിക്കുന്നത്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് റോ സ്പാനും ഉപയോഗിക്കാം. കോളം എങ്ങനെ മെർജ് ചെയ്തു അതേ രൂപത്തിൽ തന്നെ നമുക്ക് റോ എങ്ങനെ മെർജ് ചെയ്യിപ്പിക്കാം മെർജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റോ സ്പാന് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെ റോ സ്പാന് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിളിൽ നമുക്ക് റോ സ്പാന് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ ചെയ്തു വെച്ച എക്സാമ്പിൾ ഞാൻ ചെറിയൊരു മാറ്റം ഞാനിവിടെ വരുത്തുകയാണ്. അതായത് ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ അടുത്തൊരു എക്സാമ്പിൾ ചെയ്യുന്നത്. അതായത് റോ സ്പാൻ എന്ന എക്സാമ്പിൾ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഒരു റോ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ടേബിൾ ഹെഡ് ചേർത്ത് കൊടുത്തു. ടേബിൾ ഹെഡ് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നെയിം എന്നൊരു ഒരു ഹെഡിങ് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ നേരെ താഴെ ഞാനൊരു ടേബിൾ ഡാറ്റയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു പേര് ചേർത്ത് കൊടുത്തു. അങ്ങനെ ഫസ്റ്റ് റോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഇനി രണ്ടാമത്തെ റോ ആണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. രണ്ടാമത്തെ റോ ഇവിടെ ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ ഞാനൊരു ഹെഡിങ് ചേർത്ത് കൊടുക്കുകയാണ്. ഹെഡിങ്ങിന് നമ്മൾ നേരത്തെ പറഞ്ഞു TH എന്നുള്ള ടാഗാണ് ഹെഡിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത്, ടേബിൾ ഹെഡ്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ THൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ റോ സ്പാൻ എന്ന ഫംഗ്ഷന് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് ഉപയോഗിച്ചു. എന്നിട്ട് നമുക്ക് എത്ര കോളമാണോ റോ സ്പാൻ ചെയ്യേണ്ടത്, അതായത് നേരെ എത്ര റോ ആണോ നമുക്ക് മെർജ് ചെയ്യേണ്ടത് അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഫോൺ നമ്പർ എന്താണോ നമുക്ക് സ്ക്രീനിൽ കാണേണ്ട ഹെഡിങ് അത് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം അടുത്തത് ഞാൻ TD എന്ന് ചേർത്ത് കൊടുത്തു. ഒരു ഫോൺ നമ്പർ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുത്തു. ഓക്കെ, അടുത്തൊരു ടേബിൾ റോ ഓപ്പൺ ചെയ്ത് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ റോ ആണ് ക്രിയേറ്റ് ചെയ്തത്. അടുത്തൊരു റോ കൂടി നമ്മൾ ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ അടുത്ത ഫോൺ നമ്പറും നമ്മൾ ചേർത്ത് കൊടുത്തു. ആദ്യത്തെ ഫോൺ നമ്പർ ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്തിരുന്ന TR ഞാൻ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്തിരുന്ന TR ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു റോ കൂടി ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് നേരത്തെ നമ്മൾ ചെയ്ത രൂപത്തിൽ തന്നെ TR എന്ന ടാഗ് ഇവിടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ രണ്ടാമത്തെ ഫോൺ നമ്പറും ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, ഇത് ചെയ്തതിന് ശേഷം നമുക്ക് റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ നെയിം എന്ന സ്ഥാനത്ത് ഇവിടെ പേരും അതേപോലെ ഫോൺ നമ്പർ എന്നുള്ള ഭാഗത്ത് ഈ രൂപത്തിലും നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ റോ സ്പാനും
കോളം സ്പാനും ഉപയോഗിക്കുന്നത്. റോ സ്പാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റോ മെർജ് ചെയ്യാനും അതേപോലെ കോളം സ്പാനും ഉപയോഗിക്കുന്നത് നമുക്ക് കോളം മെർജ് ചെയ്യാനുമാണ്. അപ്പോൾ ഈ ടേബിളിൽ നമ്മൾ കുറച്ച് ഫങ്ഷൻസ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനിയും ടേബിളിൽ കുറച്ച് ടാഗ് കൂടി വരുന്നുണ്ട്. അത് തുടർന്ന് വരുന്ന ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം.